ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നിമിഷപ്രിയയെ കുറിച്ചാട്ടാ. നിമിഷപ്രിയ ചെയ്തതിന് 1% പോലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അവർക്ക് ആ ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ രക്ഷിക്കാൻ നടത്തുന്ന മനുഷ്യത്വപരമായ ഇടപെടലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ ഞാൻ നിമിഷപ്രിയയുടെ കാര്യത്തിലാണ് കുറച്ചെങ്കിലും ഒരു സങ്കടം തോന്നുന്നത്. അവരുടെ മക്കളുടെയും അവരുടെ അമ്മയുടെയും കരച്ചിലിന് മുന്നിൽ മാത്രമാണ് കുറച്ച് സങ്കടം വരുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. പിന്നെ നിമിഷപ്രിയ ക്രൂരമായി കൊന്ന ആ പാവത്തിന്റെ കുടുംബം മാപ്പ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ക്രൂരമായി കൊല്ലപ്പെട്ട ആ പാവത്തിന്റെ കുടുംബം നമ്മളെ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് മനുഷ്യത്വപരമായ ഇടപെടലുകളെ കുറിച്ച് സംസാരിക്കാം. മനുഷ്യത്വപരമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വേറൊരു വർത്താനല്ല അതിനകത്ത്. ഇത്രയും കാലം നിങ്ങൾ നോക്കിയാൽ ഈ നിമിഷപ്രിയന്റെ വിഷയമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്നത് കുറെ സംഘികളും കുറെ കൃസംഘികളാണ്. ഒരു പുണ്ണാക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയാ നമ്മൾ അവൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പൂടലാണ്. പക്ഷെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് ഇവരൊന്നുമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാന്തപുരത്തിന്റെത്. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. നമ്മളെ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പോടി കാണിച്ചൊരു വാർത്ത ഞാൻ കാണിച്ചുതരാം. അത് നിങ്ങൾ കാണുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. യമൻ പൌരന്റെ ബന്ധുക്കളുമായും ആശയവിനിമയം നടന്നുവെന്നറിയുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അവസാന മണിക്കൂറുകളിൽ അത്ഭുതം സംഭവിച്ചാലേ നിമിഷപ്രിയ മോചിതയാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ആരുടെ രൂപത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും അദ്ദേഹത്തിന്റെ മകനെയും മതവെറിയന്മാരാണെന്നും മതഭീകരന്മാരാണെന്നും വിളിച്ച ആളുകളൊക്കെ എവിടെ പോയി? കൃത്യമായ മതേതര നിലപാട് ഇതിനേക്കാൾ അപ്പുറത്ത് കാണിച്ചു തരാൻ മറ്റെന്തുണ്ട്? ഇടപെടാതിരിക്കാമായിരുന്നു. ഇടപെടാതിരുന്നാലും ആരും ചോദിക്കാനും പോകുന്നില്ല. പക്ഷെ ഇടപെട്ടത് മാനുഷിക മൂല്യത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തെറി വിളിക്കാനും അദ്ദേഹത്തിന്റെ മകനെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിച്ചവരിൽ പലരും ഇന്ന് ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതുപോലെയുള്ള നിലപാടെടുക്കാൻ ഇന്ത്യയിൽ ചങ്കുറപ്പുള്ള ഏത് മതപണ്ഡിതനുണ്ട്? ആവർത്തിച്ചു പറയുന്നു, ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല. സത്യം. കാരണം അബൂബക്കർ മുസ്ലിയാർക്ക് ഇത് കാണാതിരിക്കാം, ഇത് അറിഞ്ഞില്ല എന്ന് വെക്കാം. ആരും ചോദ്യം ചെയ്യുന്നേ ഇല്ല. പക്ഷെ അദ്ദേഹം ഇടപെട്ടിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടല്ലാട്ടെ ഇടപെടുന്നത്. ഇതാരും അറിയണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇടപെട്ടത്. അതിന്റെ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. അതും കൂടി നിങ്ങൾ കാണും. ശുഭകരമായ വാർത്ത മർക്കസിൽ നിന്ന് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വൈമുഖ്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കാര്യക്ഷമമാകുന്നു എന്ന സൂചന വരുന്നു. അത്രയും സന്തോഷം. ഒരുപക്ഷെ മാതൃകാപരമായ ഒരു നിലപാടെന്ന് പറയേണ്ടി വരും. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രചരണത്തിന് താൻ മുതിരുന്നില്ല. മർക്കസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല. നിലവിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമം ഈ അവസാന ഘട്ടത്തിലുള്ള ഇടപെടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മർക്കസ് തീരുമാനമെടുത്തിരിക്കുന്നത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിന്റെ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി തന്നെ 24-ന് ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമനിലെ ജിനായത്ത് കോടതിയിലെ ജഡ്ജിമാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജിനായത്ത് കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. അതായത് ഒരു നല്ല തീരുമാനം വരട്ടെ, നിമിഷപ്രിയയുടെ കുട്ടികൾക്കും അമ്മക്കും ഒരു സമാധാനം കിട്ടട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ കാന്തപുരത്തേക്ക് നമ്മൾ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള ആൾക്കാരാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതിനു മുന്നേ റഹീമിന് വേണ്ടി ഒന്നിച്ചു നിന്നപ്പോ ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വന്നത് അതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. റഹീമിന് വേണ്ടി ഒരുമിച്ച് നിന്നത് സംഘപരിവാറെ മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യരുമാണ്. അതിന് നിങ്ങളുടെ മുഖത്ത് തരുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പൊ നമ്മളെ മുന്നിൽ കാണിച്ചിരുന്നത്. ഒരാളുടെ പേരും കൂടി ഞാൻ എടുത്തു പറയുന്ന കേട്ടോ, ബോച്ചേനെ ഞാൻ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനുഷ്യത്വപരമായ കാര്യങ്ങളല്ല. അയാൾ കാണിക്കുന്ന ചില കോപ്രായങ്ങളിൽ മാത്രമേ എനിക്ക് അയാളോട് വിമർശനമുള്ളൂ. റഹീമിന്റെ കാര്യത്തിലായാലും ഈ നിമിഷപ്രിയയുടെ കാര്യത്തിലായാലും ബോച്ച മുന്നിട്ടിറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ കൂതറ സംഘികളെയും കൃസംഘികളെയും പോലെ എപ്പോഴും എന്തിന്റെയും മുകളിൽ ഇങ്ങനെ മതം കുത്തിവെച്ചിട്ട് മതത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കാം. നീ നോക്കാം, ഇനി എന്തൊക്കെ ചെയ്താലും നിമിഷപ്രിയ തിരിച്ചു കൊണ്ടുവന്നാലും
ഈ സംഘി പ്രൊഫൈലുകളും ഈ ക്രിസംഘി പ്രൊഫൈലുകളും അതിൽ കുറ്റം കണ്ടെത്താൻ നിൽക്കും. ഇന്നലെ തന്നെ ഞാൻ ഒരു സംഭവം കണ്ടു. നമ്മളെ കാളിയാണനുണ്ടല്ല, നമ്മളെ രക്ഷണം എന്നെല്ലാം പറഞ്ഞിട്ട് ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി ഒരു പരിപാടിയും കൂടി നടക്കുന്നത്. ഹിന്ദുക്കളെ അല്ലടോ, മനുഷ്യന്മാരെ ആദ്യം സഹായിക്കണ്ടേ. ഓക്കെ, നീ സഹായിക്ക്, ഒരു ഹിന്ദുവിനെ നീ സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്, അത്രയും സന്തോഷം. പക്ഷെ അവനൊരു കമന്റ് ചെയ്തിന് ഈ നിമിഷപ്രിയ വിഷയത്തിൽ, നമ്മളെന്തിനാ ജിഹാദിനെ സഹായിക്കാൻ പോകുന്നത്? ഈ നിമിഷപ്രിയ എപ്പോഴാണോ ജിഹാദിയായത്? ഇതാണ് ഈ കൂതറ സംഖ്യകൾ. ഇവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അതൊരു മുസ്ലിമാണ് അവർ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ജിഹാദികളെയത്, എല്ലാരും സുഡാപ്പികളെ, എല്ലാരും തീവ്രവാദികളെ. ഇമാരി ഊള കാളി കൂളിനേരം പോലത്തെ സാമാനത്തെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചാടണം. ഒരിക്കൽ നിങ്ങൾ അവന്റെ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കല്ലേ, ദയവേദിട്ട് ചീത്ത വിളിക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാം അത്രയും വെറുപ്പ് വരും. ഞാൻ ഇടക്കിടക്ക് കണ്ടോളും, എന്നിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് റിയാക്ട് ചെയ്തോളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇടക്കിടക്ക് യൂസഫ് അലിന്റെ ഫോട്ടോ കാണും, അതിന്റെ അടിയിൽ സംഖ്യകൾ വന്നിട്ട് ഒരേ ചീത്ത വിളിയാണ്. ഇയാളെന്ത് ബിസിനസ്സുകാരൻ മാത്രമല്ലേ, ഇയാളെന്ത് നന്മ ചെയ്യുന്നു, എല്ലാ ഊള സംഖ്യകളെ അയാളെ ചെയ്യുന്ന നന്മ, അയാൾ എത്രമാത്രം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അയാൾ ജോലി കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കല്ല, യൂസഫ് അലി ജോലി കൊടുക്കുന്നത് ഹിന്ദുക്കൾക്കും കൂടിയാണ്. അതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ പെങ്ങളുടെ മകനടക്കം ലുലുലാണ് ജോലി ചെയ്തത്. അതുമാത്രമല്ല സംഖ്യകളെ, നിങ്ങളെ സംഖ്യകളിൽപ്പെട്ട എത്രയോ കുടുംബങ്ങളിലെ മക്കൾ വരെ ലുലുവിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ കിടന്നിട്ട് സൗദിയിലും ദുബായിലും കിടന്നിട്ട് മുസ്ലിം രാജ്യത്ത് കിടന്നിട്ട് മുസ്ലിങ്ങളെ തെറി പറയുന്ന കുറെ സംഖ്യകളെ നമ്മളും കണ്ടിട്ടുണ്ട്. എന്നിട്ടും അവരവിടെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. ആരുടെ കീഴില്? മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ കേട്ടാ. എന്നിട്ട് ഇരുന്നിട്ട് ഇമാതിരി നാറിത്തരം പറയാൻ വേണ്ടി നിങ്ങളെ കൊണ്ടേ കഴിയൂ. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞ, നിമിഷപ്രിയ ചെയ്ത ഒരു തെറ്റിനും ഒരു കുറ്റത്തിനും ന്യായീകരിക്കുന്നേ ഇല്ല. ആ വധശിക്ഷ നടപ്പിലാക്കിയാലും അതിലൊരു ന്യായീകരണമോ ഒരു തെറ്റോ ഞാൻ കാണുന്നില്ല. പക്ഷേ ഞാൻ ഈ സന്തോഷിക്കുന്നത് മനുഷ്യത്വപരമായ ഇടപെടലിലാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന മനുഷ്യന്റെ ഇടപെടലിലാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.